ബീനാസ് കിച്ചണിലേക്ക് സ്വാഗതം. നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ വളരെ ഈസി ആയിട്ട് റെഡിയാക്കാവുന്ന ഒരു ചില്ലി ചിക്കനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ചില്ലി ചിക്കന് വേണ്ടിയായിട്ടുള്ള പീസുകൾ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട്, അധികം ബോൺ ഇല്ലാതാണ് എടുത്തിരിക്കുന്നത്, ചെറിയ ചെറിയ ബോണൊക്കെ വന്നിട്ടുണ്ട്, അത് കുഴപ്പമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു 2 മുട്ട എടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ നമ്മളൊരു ടീസ്പൂണ് കുരുമുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്, അതോടെ ഇട്ട് കൊടുക്കാം. നമ്മൾ ഒരു വലിയ ടേബിൾ സ്പൂണ് മൈദയും 1 ടേബിൾ സ്പൂണ് കോൺഫ്ലവറും രണ്ടും കൂടി മിക്സ് ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോഴായിരിക്കും ചില്ലി ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു ക്രിസ്പി ആയിട്ട് കിട്ടുന്നത്. ഇതിൻ്റെ കൂട്ടത്തിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു 10 മിനിറ്റ് ഇതൊന്ന് വെക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. റെഡിയാക്കിയിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് മൂടി വെക്കാം. നമ്മൾ ചിക്കൻ ഇതുകൊണ്ട് ഒരു 10 മിനിറ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ കടയിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് എണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്, നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്രൈ ചെയ്താൽ മതിയാകും, ഒരുപാട് ക്രിസ്പി ആയി പോകുന്നത് പോലെ എടുക്കണ്ട. നമ്മൾ പിന്നെ ഗ്രേവിയിലിട്ടിട്ട് ഇത്തിരി സമയം കൂടെ ഒന്ന് മൂടിയിട്ടാണ് വേവിപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് പകുതിയായിട്ട് നമുക്ക് 2 പ്രാവശ്യമായിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം. നമ്മൾ ചിക്കനൊക്കെ നല്ലതുപോലെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ എണ്ണയിലോട്ട് തന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ കൂടുതൽ എടുത്തിട്ടുണ്ട്, ഒരു 2 ടേബിൾ സ്പൂണോളം ഉണ്ട്. പേസ്റ്റ് ഇടല്ല, നമ്മൾ ചതച്ച് വേണം ഇടാൻ. ഇഞ്ചിയൊക്കെ ഒന്ന് കടിക്കുമ്പം വെളുത്തുള്ളിയൊക്കെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ചെറുതായിട്ടൊന്ന് വഴന്നാൽ മതി. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ആ സമയത്ത് ഇത് നമ്മൾ 2 വലിയ സവോളാണ് ഇതുപോലെ വലുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഒരു വലിയ സിംല മിർച്ചാണ്, ക്യാപ്സിക്കം, അത് നമ്മൾ ഇതുപോലെ വലുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വലിയ തക്കാളിയായിരുന്നു, അത് നമ്മളൊന്ന് വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്നും ഒരുപാട് വെന്ത് പോകാതെ നമ്മൾ ചെറുതായിട്ടൊന്ന് വഴന്ന് കഴിയുമ്പോഴത്തേനും നമുക്ക് ബാക്കി സോസൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം. ചെറുതായിട്ടൊന്ന് വഴന്ന് വരെ ഇളക്കാം. ഉള്ളിയും തക്കാളിയൊക്കെ നല്ലതുപോലെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് 2 ടേബിൾ സ്പൂൺ നമുക്ക് ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് 2 ടീസ്പൂണ് റെഡ് ചില്ലി സോസാണ്, അത് ചേർത്ത് കൊടുക്കാം. എരിവൊക്കെ കൂടുതൽ വേണ്ടിയൊരു 1 സ്പൂൺ കൂടുതൽ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണ് സോയാ സോസും കൂടിയും ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയില ഇട്ടിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ലിഡ് വെച്ച് നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് സ്ലോ ഫ്ലെയിമിൽ, ഉപ്പൊക്കെ കുറച്ചേ ഇടാവുള്ളൂ. നമ്മൾ ആദ്യം ചിക്കൻ ഫ്രൈ ചെയ്തപ്പോൾ ഉപ്പിട്ടതാണ്, അതുകൊണ്ട് നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് സ്ലോ ഫ്ലെയിമിൽ വെക്കാം. ഈ സമയത്ത് എരിവൊക്കെ കൂടുതൽ വേണ്ടിയവരൊന്ന് നോക്കണം. ചില്ലി സോസ് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം, കുരുമുളക് പൊടി വേണമെങ്കിൽ ചേർക്കാം. നമുക്കൊരു 1/2 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. നമുക്കൊരു ലിഡ് വെച്ചിട്ടൊന്ന് മൂടിയൊന്ന് വേവിക്കാം. നമ്മുടെ ചില്ലി ചിക്കൻ നല്ല റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം, അല്ലെങ്കിൽ ഒരുപാട് ഡ്രൈ ആയി പോകും. നമുക്കിനി നല്ലൊരു സെർവിങ് പ്ലേറ്റിലോട്ട് ഇത് മാറ്റാം. നമ്മുടെ ഈസി ആയിട്ടുള്ള ചില്ലി ചിക്കൻ റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പമാണ്, എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെയും വരാം.